അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BA അറബിക്, അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി. അശ്ശിഅറുൽ ഹുർ, സ്വതന്ത്ര കവിത. വഹുവ മിൻ മലാഹിരിൽ ഹദാസ ഫിൽ അദബിൽ അറബി, അറേബ്യൻ സാഹിത്യത്തിൻ്റെ മോഡേണിസം എന്ന പ്രതിഭാസത്തിൻ്റെ ഭാഗമാണ് ഷിഅറുൽ ഹുർ. അശ്ശിഅറുൽ ഹുർ ഹുവ ഇബാറത്തുൻ അനി അശ്ശിഅരി അല്ലദി യതകവ്വനു മിൻ സത്രിൻ വാഹിദിൻ ഫഖത്ത് ഐ ലൈസ ലഹു അജ്സ്. ഷിഅറുൽ ഹുറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഷിഅറുൽ ഹുർ അത്തരം കവിത ഒരു സത്ർ മാത്രമേ അതിനുണ്ടാവുള്ളൂ. ഇവിടെ ഒരു സത്ർ എന്ന് പറഞ്ഞാൽ സാധാരണ പഴയ കവിതകൾക്ക് രണ്ട് പാർട്ട് കാണാൻ പറ്റും, സ്വദറും അജ്സും. ആ രൂപത്തിലില്ല, പകരം ഒറ്റ വരി, രണ്ട് വരിയായി മുറിച്ചെഴുതുന്ന രൂപത്തിൽ. അതാണ് ഐ ലൈസ ലഹു അജ്സ് എന്ന് പറഞ്ഞാൽ. അജ്സൈൻ ഉണ്ടാവില്ല. കമാൻഡഹു യഅ്തമിദു അലാ തഫ്ഈല വാഹിദ, അതോടൊപ്പം ഒരു തഫ്ഈലയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുക. ല യൽതസിമു ഫീഹി അമൂദു അശ്ശിഅരിൽ ഖദീം, പഴയ കവിതകളുടെ ആ ഒരു സ്ട്രക്ചർ, ഘടന അതൊരിക്കലും നിർബന്ധം പിടിക്കുന്നില്ല. അഥവാ അൽ-ഔസാനുൽ ഖവാഫി, പണ്ടത്തെ കവിത എന്ന് പറയുന്നത് അതിൻ്റെ അമൂദ് എന്ന് പറയുന്നത് അതിൻ്റെ ഘടന, സ്ട്രക്ചർ എന്ന് പറയുന്നത് വൃത്തവും പ്രാസവുമായിരുന്നു. അതൊരിക്കലും മോഡേൺ കവിതയ്ക്കില്ല. ലിഹാദ സബബ്, ഇക്കാരണം കൊണ്ട് തന്നെ സുമ്യ ബിശ്ശിഅരിൽ ഹുർ, അശ്ശിഅറുൽ ഹുർ എന്ന പേര് അതിന് ലഭിച്ചു. ലിഅന്നഹു, കാരണം തഹററ മിൻ വഹ്ദത്തിൽ ഖാഫി വശക്കൽ, ഘടനയിലും വൃത്തം പ്രാസം എന്ന സംഗതിയിൽ നിന്നെല്ലാം തന്നെ അതിൻ്റെ യൂണിറ്റിയിൽ നിന്ന് ഈ കവിത സ്വതന്ത്രമാകുന്നു എന്നുള്ളത് കൊണ്ട്. അതോടൊപ്പം കവിതയുടെ മൊത്തത്തിലുള്ള അതിൻ്റെ രൂപം, അതിൻ്റെ നീളം, അതിലും സ്വാതന്ത്ര്യമുണ്ട്. എത്ര ചെറുതും എത്ര വലുതും കവിക്കെഴുതാം. അതോടൊപ്പം ഒരു കവിതയിൽ തന്നെ വൈവിധ്യങ്ങളായ തഫ്ഈലകൾ ഉപയോഗിക്കാം. തഫ്ഈല എന്ന് പറഞ്ഞാൽ മുസ്തഫ്ഇൽ, ഫാഇൽ, ഫഊൽ എന്നൊക്കെ പറഞ്ഞാണ് തഫ്ഈല. അത് നേരത്തെ 16 ബഹറിൽ അതിൽ പറയപ്പെട്ട രൂപത്തിൽ തന്നെ ആ രൂപത്തിൻ്റെ ഖൈദുകൾ, ഒരുപാട് ബന്ധനങ്ങൾ ഉണ്ടായിരുന്നു കവിത എഴുതണമെങ്കിൽ. ഇപ്പോൾ ഏത് രൂപത്തിലും ഏത് തഫ്ഈലയും ഏത് രൂപത്തിലും കവിതയിൽ ഉപയോഗിക്കാമെന്നുള്ളതും ഒരു സ്വാതന്ത്ര്യം കിട്ടി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഷിഅറുൽ ഹുർ എന്ന പേര് ഇതിന് വന്നത്. ലഹറ ഷിഅറുൽ ഹുർ ഖബ്ല ഖംസിനിയാത്ത്, 50കൾക്ക് മുമ്പ് തന്നെ ഷിഅറുൽ ഹുർ രംഗത്ത് വന്നിട്ടുണ്ട്. വത്തഖദ മുസമ്മയാത്ത് വഅൻമാതൻ മുഖ്തലിഫ, ആ സമയത്ത് വ്യത്യസ്ത പേരുകളും വ്യത്യസ്ത രൂപങ്ങളുമാണ് അതിനെ വിളിക്കപ്പെട്ടിരുന്നത്. സുമ്മ ഇത്തബഅഹ മിൻ ഖിബലി നുഖാത്ത് വബാഹിസീന മുഖ്തസീന, പിന്നീട് ആ ഒരു ഷിഅറുൽ ഹുറിനെ നാഖിദീങ്ങൾ, അതേപോലെ ഗവേഷകന്മാർ ഫോളോ ചെയ്തു. അത്ലഖു അലൈഹി ഫി ബിദായത്തി ദുഹൂരിഹി, അത് തുടങ്ങിയ സമയത്ത് അവരതിന് പേരിട്ടത് അശ്ശിഅറുൽ മുർസൽ എന്നായിരുന്നു പേരിട്ടത്. സുമ്മ പിന്നെ അതിന് വശ്ശിഅറുൽ ജദീദ് എന്ന് പേരിട്ടു, പുതിയ കവിത എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ഷിഅറുൽ തഫ്ഈല എന്ന് പേരിട്ടു, കാരണം തഫ്ഈലാത്തുകൾ വൈവിധ്യമാകുന്നു, തഫ്ഈലകൾ മാത്രം ഫോക്കസ് ചെയ്യുന്നു, അത് ഇന്ന തഫ്ഈൽ മാത്രം നിർബന്ധം വെക്കുന്നില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഷിഅറുൽ തഫ്ഈൽ എന്ന് പേരിട്ടു. ലാക്കിൻ ഫീമ ബഅദ ദാലിക് തമ്മൽ ഇജ്മാഉ അലാ മുസമ്മ അശ്ശിഅറുൽ ഹുർ, പിന്നീട് അവർ ഒരു ഏകാഭിപ്രായത്തിലെത്തി ഇതിൻ്റെ പേര് അശ്ശിഅറുൽ ഹുർ ആണ് എന്നുള്ളത്. ഇനി കൂട്ടത്തിലെ പ്രഗത്ഭനായ വ്യക്തിയാണ് ഒന്ന് അഡോണീസ്. അഡോണീസ് ഹുവ അലി അഹ്മദ് സഈദ് ഇസ്ബർ, അതാണ് മൂപ്പര പേര്, അലി അഹ്മദ് സഈദ് ഇസ്ബർ. ഷാഇറൻ വനാഖിദൻ സുറിയൻ, സിറിയക്കാരനാണ്, ഒരു നാഖിദാണ്, നിരൂപകനാണ്, ഷായറാണ്. വുലിദ ഫി സൂരിയ ആം 1930 മിലാദിയ, 1930 സിറിയയിൽ ജനിച്ചു. അഡോണീസ് വ ഇസ്മുഹു അൽ മുസ്തആർ, അഡോണീസ് എന്നുള്ളത് അദ്ദേഹത്തിന് പിന്നീട് സ്വീകരിക്കപ്പെട്ടൊരു പേരാണ്. അഡോണീസ് യക്കലിമ മിനൽ ലുഗ അൽ കൻആനിയ, അഡോണീസ് എന്നുള്ളത് കൻആനി ഭാഷയിൽപ്പെട്ട ഒരു കലിമത്താണ്. വതുഷീറു ഇലാ അഹദി അൽഖാബിൽ ആലിഹ അൽ ഉസ്തൂരിയ, അതൊരു ഐതിഹ്യത്തിലുള്ള ഒരു ദൈവത്തിൻ്റെ ലഖബുകളിൽപ്പെട്ട ലഖബാണ് അഡോണീസ് എന്നുള്ളത്. അല്ലത്തി തുജസദു തബിഅ ബിമാ ഫിഹ മിൻ റബീഇൻ വഖുസൂബ, അത് പ്രകൃതിയിലെ പ്രതിനിധീകരിക്കുന്ന, പ്രത്യേകിച്ച് വസന്തം, അതിൻ്റെ പ്രകൃതിയുടെ ശോഭ ഒക്കെ ഉൾക്കൊള്ളുന്ന അങ്ങനത്തെ ഒരു ഐതിഹ്യത്തിലുള്ള ദൈവത്തിൻ്റെ ലഖബായിട്ടാണ് അഡോണീസ് അറിയപ്പെടുന്നത്. അത് പിന്നീട് അലി അഹ്മദ് സഈദ് ഇസ്ബറിന് സ്വീകരിക്കപ്പെട്ടൊരു പേരാണ്. തലഖ തഅലീമഹു ഫി ജാമിഅത്ത് ദിമഷ്ക് ബിഖിസ്മിൽ ഫൽസഫ, ഡമസ്കസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ അദ്ദേഹം സ്വായത്തമാക്കിയത്. ومع انتقاله للبنان بدأ حياته الجدية حول الشعر العربي, പിന്നീട് അദ്ദേഹം ലബനാനിലേക്ക് താമസം മാറിയത് മുതലാണ് അദ്ദേഹം അറേബ്യൻ കവിതകളെക്കുറിച്ചുള്ള ഒരു ഗൗരവപൂർണ്ണമുള്ള ഒരു ജീവിതം ആരംഭിക്കുന്നത്. വത്തഅമ്മുഖ് ബിസ്സഖാഫ, അങ്ങനെ അദ്ദേഹം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ആഴത്തിലെത്തുന്ന ആ സമയത്താണ്. ഫദഹറത് മുഷാറകാതുഹു ഫി മജല്ലാത്തി അശ്ശിഅർ, അങ്ങനെ കവിത മാഗസിനുകളിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് രംഗത്ത് വന്നുകൊണ്ടിരുന്നു. വത്തസഅത് ദാഇറത്തു സദാഖാതിഹി മഅ അശ്ശുഅറാഇ വൽ മുസഖ്ഖിഫീന വൽ ഉദബാ, അതിനെ തുടർന്ന് സാഹിത്യകാരന്മാർ,
അതേപോലെ സാംസ്കാരിക നായകന്മാർ, കവികൾ, ഇവരുമായുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ സൗഹൃദ ബന്ധത്തിൻ്റെ വൃത്തം വിശാലമായിക്കൊണ്ടിരുന്നു. وفي عام 1985 ميلادي اتجه إلى باريس. 1985 പാരീസിലേക്ക് പോയി. ولكنه لم يتوقف عن الأدب بل أكمل مسيرته الأدبية والشعرية هناك. അവിടെ എത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ കവിതാ ജീവിതം, സാഹിത്യ ജീവിതം അദ്ദേഹം അവസാനിപ്പിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സാഹിത്യ കവിത ജീവിതത്തിൻ്റെ പാത അവിടെ നിന്നും തുടർന്നുകൊണ്ടിരുന്നു. ويعد أدونيس من رواد الحداثة في الشعر العربي. അറേബ്യൻ കവിതയിലെ മോഡേണിസത്തിൻ്റെ നേതാക്കളിലെ ഒരു പ്രൊമിനൻ്റ് ലീഡറായിട്ട് അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. وذلك لما خلفه وراءه من كتابات أدبية وشعرية ظهرت منهجه الجديد في الشعر. അത് അദ്ദേഹം ഒരുപാട് ശേഷിപ്പുകൾ ബാക്കി വെച്ചതുകൊണ്ടാണ് കവിതയിലെ പുതിയ രീതികളെല്ലാം ആവിർഭവിച്ചിട്ടുള്ള സാഹിത്യകൃതികളായിരുന്നു അവ അധികവും. അതോടൊപ്പം ഖുദ്റത്തുഹു ഫി തൗദീഫിൽ ലുഗ, ഭാഷ ഉപയോഗിക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അറിയിക്കുന്ന ഗ്രന്ഥങ്ങളാണ് അവയൊക്കെയും തന്നെ. ബദഅ അഡോണീസ് മസീറത്തുൽ അദബിയ്യ ഫി സിന്നിൻ മുബക്കിർ. അഡോണീസ് തൻ്റെ സാഹിത്യ ജീവിതം വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഫഖദ്ദമ അൽ കസീർ മിനൽ മുഅല്ലഫാത്ത് വൽ ഖസായിദ് വത്തർജമാത്ത്. ഒരുപാട് ട്രാൻസ്ലേഷനുകൾ, കവിതകൾ, രചനകൾ അദ്ദേഹം അങ്ങനെ ധാരാളം അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട്. വല്ലത്തി ജഅലത് മിൻഹു ഇസ്മൻ മഷ്ഹൂറൻ വലാമിഅൻ ഫിൽ അദബി വന്നഖ്ദി ബൈന ശുഅറാഇൽ അറബ്. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പ്രസിദ്ധമാകാൻ കാരണമായി. സാഹിത്യ നിരൂപണ ഷുഅറാക്കൾക്കിടയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് വെട്ടിത്തിളങ്ങാനും കാരണമായി. ഇത് യുഅദ്ദു അഡോണീസ് മിന ശുഅറാ അല്ലദീന അസാറുൽ ജദ്ല ഫിൽ അദബ്. സാഹിത്യത്തിൽ തർക്കം ഇളക്കിവിട്ട, ഒരു കോൺട്രവേഴ്സി ഇറക്കിവിട്ട ഒരു ഷുഅറാക്കളിൽപ്പെട്ട ആളായിട്ടും അഡോണീസ് കണക്കാക്കപ്പെടുന്നു. വദാലിക ബിസബബി ശുഅരിഹി അല്ലദീ ഹമല അലൽ ഇബ്ദാഇ വൽ ബലാഗ മാ യഫൂഖു അൽ അസാലിബ് തഖ്ലീദിയ്യ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കവിതയാണ്. ആ കവിതയാകട്ടെ അതിൽ ഒരുപാട് നൂതനത്വങ്ങളും ബലാഗയെല്ലാം ഉണ്ട്. പൗരാണിക ശൈലികൾക്കപ്പുറം മികച്ചു നിൽക്കുന്നതാണ്. മഅൽ ഇഹ്തിഫാദ് ബിൽ ലുഗ അൽ അറബിയ്യ അൽ ഫുസ്ഹ. എന്നാൽ അദ്ദേഹം ഫുസ്ഹയായ ലാംഗ്വേജാണ് എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. ഫബ്തകറ ഉസ്ലൂബുഹു അൽ അദബിൽ ഖാസ് ബിശ്ശിഅർ. കവിതയ്ക്ക് വേണ്ടി പ്രത്യേകമായ ശൈലി അദ്ദേഹം ആവിഷ്കരിച്ചെടുത്തു. വബിസിമതിഹിൽ മുമയ്യസ അൻ ഗൈരിഹി ഫി കിതാബത്തി ഷിഅർ. കവിതാരചനയിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമായ സവിശേഷതകളും അദ്ദേഹം നേടിയെടുത്തു. വൽ കസീറു മിൻ ഖസായിദിഹി കാൻ തുസീറു അത്തസാഉലാത്ത് ഫി ദിഹ്നിൽ ഖാരി വതദ്ഫഉഹു ലിത്തഫക്കുർ. അദ്ദേഹത്തിൻ്റെ ധാരാളം കവിതകൾ, അധിക കവിതകളും തന്നെ വായനക്കാരൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഇളക്കിവിടുന്ന കവിതകളാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത ചിന്തകളിലേക്ക് തള്ളിവിടുന്നവയാണ്. فتترك لديه الكثير من الأسئلة التي تدفعه للبحث عن إجابة لها. അദ്ദേഹം വായനക്കാരൻ്റെ അടുക്കൽ ധാരാളം ചോദ്യങ്ങൾ അവശേഷിപ്പിക്കും, അവയുടെ ഉത്തരം കണ്ടെത്താൻ അവനെ പ്രേരിപ്പിക്കും. അത് അന്വേഷിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി അവനെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ. വഗാലിബ മക്കാനത്ത് ഹാദിൽ ഹൗല സഖാഫ അൽ അറബിയ്യ. ഈ ചോദ്യങ്ങൾ അധികവും തന്നെയും അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അറേബ്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ടും വത്തുറാസ്, അറേബ്യൻ പൈതൃകങ്ങളുമായി ബന്ധപ്പെട്ടുമായിരുന്നു. അതൊക്കെ തന്നെ ഈ തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അസ്തർ അഡോണീസ് അൽ കസീർ മിനൽ അഅമാൽ അദബിയ്യ ഖിലാല മസീറത്തിഹി. തൻ്റെ ജീവിത സഞ്ചാരത്തിനിടയിൽ ധാരാളം സാഹിത്യ വർക്കുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫഫി സിത്തീനാത്ത് അസ്ദറ ദീവാൻ അഷ്ഇർ അൽ അറബി. 60കളിൽ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. വഫി ബിദായത്തി സബഈനാത്തി ഖദ്ദമ ബഅദ അൽ അഅമാൽ മുതർജമ. അതോടൊപ്പം 70കളുടെ ആരംഭത്തിൽ അദ്ദേഹം ഒരുപാട് ട്രാൻസ്ലേഷൻ വർക്കുകൾ അവതരിപ്പിച്ചു. മിൻഹ അതിൽപ്പെട്ടതാണ് സഹ്റത്തുൽ അംസാൽ, ഹിക്കായത്ത് ഫാക്സോ, വസീദ് പൗൽ വഗൈറുഹ. അതല്ലാത്തതൊക്കെയും ഇദാഫത്തൻ ഇലൽ അദീദ് മിനൽ ഖസായിദ് അല്ലത്തി തറക്കത് അസറുഹ ഫി അശ്ശിഅർ അൽ മുആസിർ. അതോടൊപ്പം ധാരാളം കവിതകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയും ആധുനിക കവിതയിൽ അങ്ങേയറ്റം സ്വാധീനങ്ങൾ അവശേഷിപ്പിച്ച കവിതയാണ്. വഫി അഹ്ദാസ് അൽ വാഖിഅ മഅൻ. അതോടൊപ്പം വ്യത്യസ്ത സംഭവങ്ങളിലും അവ സ്വാധീനിച്ചിട്ടുണ്ട്. മിൻഹ ഖസീദത്ത് ഖബ്ർ മിൻ അജ്ൽ ന്യൂയോർക്ക് എന്ന കവിത. വഹിയൽ ഖസീദ, ആ ഒരു കവിത അല്ലത്തി നബ്ബഅത് ബി അഹ്ദാസി 11 സെപ്റ്റംബർ 2001, 2001 നടന്ന സെപ്റ്റംബർ 11 സംഭവവുമായി ബന്ധപ്പെട്ട്, വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അക്രമവുമായി ബന്ധപ്പെട്ട് അതുമായി ആ വിഷയം അവതരിപ്പിക്കുന്ന ഒരു കവിതയാണത്. വസ്തമറ ഇബ്ദാഉഹു അശ്ശിഅരി ഹത്ത മത്ലഅൽ ഖർനിൽ ഹാദി വൽ 20. 21ാം നൂറ്റാണ്ട് തുടക്കം വരെ അദ്ദേഹത്തിൻ്റെ കവിതയിലെ നൂതനത്വങ്ങൾ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. ഫഅസ്തറൽ അദീദ് മിനൽ മുഅല്ലഫാത്തി അൽ അദബിയ്യ വദ്ദവാവീൽ അശ്ശിഅരിയ്യ. ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചു, ധാരാളം കവിതാ സമാഹാരങ്ങൾ രചിച്ചു. മിൻഹ ദീവാൻ അശ്ശിഅരി അല്ലദീ അസ്തറഹു അഡോണീസ് ആം 2012 ബിഉൻവാൻ കോൺഷിയട്ടോ അൽ ഖുദുസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ദീവാൻ അതുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഖദ്ദമ ഫി ഹാദ ദീവാൻ. ഈ ഒരു ദീവാനിൽ, ഖുദുസുമായി ബന്ധപ്പെട്ട ഈ ദീവാനിൽ
അദ്ദേഹം എന്ത് ചെയ്തു, അവതരിപ്പിച്ചു. സൂറത്തുൽ ഫൽസഫ് അൻ ഫലസ്തീൻ, ഫലസ്തീനെ കുറിച്ചുള്ള കൃത്യമായൊരു ചിത്രം. ഫതഹദ്ദസ ഫീഹി അനിൽ ഖുദ്സിൽ മുഹ്തല്ല ബൈനൽ മാദി വൽ ഹാദിർ. ആ ഒരു സമാഹാരത്തിൽ അദ്ദേഹം ഖുദ്സിൻ്റെ വർത്തമാനകാലവും ഭൂതകാലവും തമ്മിൽ അധിനിവേശം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. വഫി ആം 2017 മിലാദിയ നശറ കിതാബുൽ അഖീർ ബിഉൻവാൻ സൂരിയ വിസാദത്തുൻ വാഹിദ ലിസ്സമാഇ വൽ അർദ്. ആകാശഭൂമികളുടെ ഏക വിസാദ എന്നറിയപ്പെടുന്ന, ഏക തലയണ എന്നറിയപ്പെടുന്ന സൂരിയ. ഇങ്ങനെ ഈ ഒരു ഹെഡിങ്ങിൻ്റെ ആയിക്കൊണ്ടും അദ്ദേഹം തൻ്റെ അവസാന ഗ്രന്ഥം അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇത് കാന യതഹദ്ദസു ഫീ അൻ സൂരിയ വശഅബിഹ ഖബല ഇന്തിലാഇൽ ഹറബ്. യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പുണ്ടായ സിറിയയെക്കുറിച്ചും ഒരു ജനതയെക്കുറിച്ചും അതിൽ അദ്ദേഹം സംസാരിക്കുന്നു. വഫി മസീറത്തി അഡോണീസ് അൽ അദബിയ്യ. അഡോണീസിൻ്റെ സാഹിത്യ ജീവിതത്തിൽ കാനത്ത് അഅ്മാലുഹു തമയ്യസു ബിതാബിഇൻ ഖാസിൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേക വ്യക്തിമുദ്ര കൊണ്ട് വ്യതിരിക്തമാകുന്ന ക്രിയേറ്റിവിറ്റികൾ അല്ലെങ്കിൽ വർക്കുകളാണ് അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുക. വഹുവ താബിഉ അല്ലദി ജസ്സദ അശ്ശുഅരിയ അൽ അറബിയ്യ ബിഹദാസതിഹി അൽ അസ്വീല. ഏറ്റവും അടിസ്ഥാനപരമായ ഈ മോഡേണിസം എന്ന കാഴ്ചപ്പാടിൽ അറേബ്യൻ കവിതയെ രൂപപ്പെടുത്തിയെടുത്ത ഒരു മുദ്രയായിരുന്നു അതെന്ന് പറയാൻ പറ്റും. മിൻ ഖിലാലി സലാസത്തി അബ്ആദ്, മൂന്ന് ഡിമെൻഷൻസ്, 3 തലങ്ങളിലായിക്കൊണ്ട്. ഫൽ ബുഅദുൽ അവൽ ഹുവ ബുഅദുൽ മക്കാൻ. ഒന്നാമത്തെ എന്താണ്? ബുഅദുൽ മക്കാൻ. മറ്റൊന്ന് വഹുവൽ ബുഅദുൽ മദീനി വൽ ഹദരി. അതേപോലെ നാഗരികത എന്ന ഒരു തലം. ബിഖിയമിഹി വറുമൂസിഹി വആലാത്തിഹി. അതിലതിൻ്റെ വാല്യൂസ് വരുന്നുണ്ട്, സിമ്പിൾസ് വരുന്നുണ്ട്, അവിടുത്തെ കസ്റ്റംസ് വരുന്നുണ്ട്. അമൽ ബുഅദു സാനി, രണ്ടാമത്തെ തലം എന്ന് പറയുന്ന ഫഹുവ ബുഅദുൻ ലുഗവിയ്യൻ. അത് ഭാഷാപരമായിട്ടുള്ള ഒരു തലമാണ്. വഹറ ഫി ലുഗത്തി അഡോണീസ്. അത് അവിടെ അഡോണീസിൻ്റെ ഭാഷയിലാണ് ഇത് രംഗത്ത് വന്നിട്ടുള്ളത്. അഥവാ ബൈന ബലാഗത്തിൽ മജാസി വമാ യുഖാബിലുഹ മിൻ ബലാഗത്തിൻ ഫിൽ ഹഖീഖ. മജാസിൻ്റെയും ഹഖീഖിൻ്റെയും ഇടയിലുള്ള ബലാഗകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അമൽ ബുഅദുൽ അഖീർ, മൂന്നാമത്തെ തലം ഫഹുവൽ ബുഅദു അല്ലദി ശക്കല തുറാസ് വസ്സഖാഫ ഇൻദ അഡോണീസ്. അഡോണീസിൻ്റെ അടുക്കലുള്ള സംസ്കാര അതേപോലെ പൈതൃകത്തിൻ്റെ രൂപങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു തലമാണ്. വദഹറ ഹാദൽ ബുഅദു ഫി കിതാബാതിഹി മുഅല്ലഫാതിഹി നഖദിയ്യ വത്തൻദീരിയ. ഇതധികവും അദ്ദേഹത്തിൻ്റെ തിയറികൾ പറയുന്ന, നിരൂപണം നടത്തുന്ന ഗ്രന്ഥങ്ങളിലാണ് കാണാൻ സാധിക്കുക. ഏതുപോലെ മിൻമിസ്ലി കിതാബ് അസ്സാബിത്ത് വൽ മുതഹവ്വിൽ എന്ന ഗ്രന്ഥത്തിൽ ആണ് അത് പ്രധാനമായിട്ടും ഉള്ളത്. ഉറക്ക സഹാദൽ ബുഅദു അലാ ഇദ്ഹാരി തഫാഉലി വത്തലാഖുഹി മഅ സഖാഫത്തിൽ ഉഖ്റ. മറ്റു പല സംസ്കാരങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷനുമായി ബന്ധപ്പെട്ടും അവയുമായുള്ള കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. മുഅല്ലഫാത്ത് അഡോണീസ് ഫി ശിഅർ, കവിതയിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ മുഫ്രദും ബിസീഗത്തിൽ ജംഉ ഔറാഖും ഫി റീഹ് അഗാനി മഹ്യാർ ദിമഷ്ഖി وقت بين الرماد والورد تاريخ يتمزق في جسد امرأة التحولات والهجرة في أقاليم النهار والليل أول الجسد آخر البحر شهوة تتقدم في خرائط المادة احتفاء بالأشياء الغامضة الواضحة وهذا هو اسمي. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് ഷീറിലുള്ള. ഹസൻ അഡോണീസ് അൽ അദീദ് മിനൽ ജവായിസ് അൽ അദവിയ്യ, ധാരാളം സാഹിത്യ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ജായിസത്തു നാദിം ഹക്കമത്ത്, ജായിസത്തുൽ ബഹർ അൽ മുതവസ്സിത്ത് അൽ അദബ് അൽ അജ്നബി, ജായിസത്തു കുമാരനാശാൻ ലിശ്ശീർ അൽ ആലമി മിൻ കേരള ആം 2015. 2015 കുമാരനാശാൻ അവാർഡും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്.